പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കാൻ വേണ്ടതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കി ആ ഒരു കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് ദൈവകൃപയാൽ നിറയപ്പെട്ട അമ്മ ഈ ലോകത്തില് സന്തോഷത്തിന്റെ ദിവ്യമായ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അമ്മ മാതാവേ, അത് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സഭയും ലോകം മുഴുവനും കർത്താവിന്റെ ആ വലിയ സൗജന്യ ദാനമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇടയാകാനായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് നമുക്ക് സമാധാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അത് അറിഞ്ഞ് സ്വീകരിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവന് സമാധാനമുണ്ടാവും. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് സമാധാനമില്ല. വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, സഭയിലെ സമാധാനമില്ല, ലോകരാജ്യങ്ങളിൽ സമാധാനമില്ല. എല്ലാത്തിനും സമാധാനമില്ലായ്മയുടെ വലിയൊരു പ്രശ്നം. ആ സമാധാനം തേടി അതിനുവേണ്ടി എന്ന പോലെ പലതിന്റെ പിന്നാലെ ഓടി നടക്കുക. സമ്പത്തിന്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ, കൂട്ടുകെട്ടിലൂടെ ലഭിക്കുമെന്ന് കരുതി, ഡ്രഗിലൂടെ ലഭിക്കുമെന്ന് കരുതി, മദ്യത്തിലൂടെ ലഭിക്കുമെന്ന് കരുതി കുറെ കറങ്ങാൻ പോയി ട്രാവല്, അതിന്റെ പിന്നാലെ പോയി. ഇന്ന് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞില്ലേ, ശാപമാണ് ട്രാവൽ ആൻഡ് ഫുഡ്. ഭക്ഷണം, പല പല ഭക്ഷണങ്ങള്, എന്തെല്ലാം ടൈപ്പ് ഭക്ഷണങ്ങള്, അതിന്റെ പരസ്യങ്ങള്, അതിന്റെ റീലുകള്, അതിൻ്റെതായ ബ്ലോഗുകള്. അങ്ങനെ ഇന്ന് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി അലഞ്ഞു നടക്കുക. മക്കളാണെങ്കിൽ കറങ്ങാൻ പോവാ, അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടുത്തും. അപ്പനോട് നോണ, അമ്മയോട് നോണ, ചതിച്ച് വഞ്ചിച്ച് പോയി എവിടെയെങ്കിലും പോയി മരിച്ചൊടുക്കുന്ന അനേക മക്കള്. ഇവിടൊക്കെ സമാധാനത്തിന് വേണ്ടി പോണേ, സന്തോഷത്തിന് വേണ്ടി. ഒരു കാര്യം മനസ്സിലാക്കും മക്കളെ, സമാധാനം ആർക്കാ ലഭിക്കുന്നതെന്ന് ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർഗം തന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം പറയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പല മക്കളും ഈ വചനത്തെ മാറ്റി പറയും, സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, സന്മനസ്സുള്ളവർക്കല്ല സമാധാനം. പിന്നെ ആർക്കാണ്? ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ. ഇന്ന് ചില ആൾക്കാര് നന്മ ചെയ്യും, നല്ല മനസ്സുള്ള ഉടമകൾ എന്നൊക്കെ പറയും. അതൊക്കെ നൈമിഷികമാണ്. എന്നാൽ ആത്യന്തികമായ സമാധാനത്തിന്റെ ഉറവിടം എവിടെയാണ്? ദൈവ കൃപ നിറഞ്ഞവർക്ക് സമാധാനം. ഈ കൃപയ്ക്ക് വേണ്ടിയാണ് ഈശോ അന്നേരം പറഞ്ഞ്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവന്റെ പൂർണ്ണത, വചനം മാംസം ധരിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. സാന്നിധ്യം കൊണ്ട് കൂടെ വസിക്കുന്ന കർത്താവിലൂടെ പറയാണ്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ഇതാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനെ ജനിച്ചിരിക്കുക, അവനെ സ്വീകരിക്കണം. അവനിലൂടെ ജീവന്റെ സമൃദ്ധിയുണ്ട്, അവന് കൃപയുണ്ട്. കാരണം എന്താണ്? ഇത് അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. എല്ലാവരും അസ്വസ്ഥരാ. എന്തിനാണ്? സമാധാനമില്ല, ഉറക്കമില്ല, നിരാശ, ഭയങ്കരമായ ഡിപ്രഷൻ, ഭയങ്കരമായ അസ്വസ്ഥത. ഇതിന്റെ കാരണം എന്താണ്? നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൽ ജീവിക്കാനാ. ആ കൃപയിൽ മാത്രം സമാധാനം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചേക്കണേ. ആ ദൈവത്തെ കൂടാതെ ഒരിക്കലും സമാധാനം, സന്തോഷം, സംതൃപ്തി ഉണ്ടാകത്തില്ല. അതിനു പകരം ഇന്ന് എല്ലായിടത്തും, വീണ്ടും വിടച്ച പറയുന്ന കാര്യമാണ്, എല്ലായിടത്തും സഭയിലും അധികാര മേഖലയിലും പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും യുവമക്കള്, കൊച്ചുമക്കള്, കുടുംബജീവിതത്തിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് എല്ലാവരും തന്നെ ഈ സമാധാനവും സന്തോഷം കണ്ടെത്താൻ വേണ്ടി പലതിന്റെ പിന്നാലെ ഓടി നടക്കും.
ചിലര് സമ്പത്തിന്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ, വിദേശ രാജ്യങ്ങളില്, കൂട്ടുകെട്ടുകളില്, കറങ്ങാപ്പോക്ക്, ഭക്ഷണം, പിന്നെ ഒത്തിരിയേറെ ആർഭാടങ്ങള്, ലോകാരൂപി, അതുമായിട്ട് ബന്ധപ്പെട്ട പല 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 കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യമുള്ളൂ, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആ കൃപാദാതാവ് ഈശോയാണ്. ഈശോയിലൂടെ മാത്രമേ ഈ സമാധാനം കൈവരിക്കാൻ സാധിക്കൂ. ഈശോ പലവട്ടം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് സമാധാനം. അതിനെന്ത് വേണം മക്കളെ? കർത്താവ് നമ്മുടെ കൂടെ വേണം. കർത്താവിലൂടെ മാത്രം ലഭിക്കുന്ന കൃപയുടെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി കൈവരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ലോകത്തെ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ, ജീവിതങ്ങളെ, സഭയെ, പൗരോഹിത്യത്തെ, അഭിവന്യ പിതാക്കന്മാരെ സ്വസ്ഥതയില്ലാത്ത രീതിയിലായിപ്പോയല്ലോ. ഇവിടെയൊക്കെ കർത്താവിന്റെ കൃപയുടെ സാന്നിധ്യം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. ലോകത്തിലേക്ക് നോക്കുമ്പോ ഇന്ന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അസ്വസ്ഥതകൾ കേറി വരുന്നു. കർത്താവിനെ വിട്ടുപോയ യൂറോപ്പ്, കർത്താവിനെ വിട്ടുപോയ ജീവിതങ്ങള്, കർത്താവിനെ വിട്ടുപോയ രാജ്യങ്ങള്, കർത്താവിനെ വിട്ടുപോയ ഇടവകകള്, കർത്താവിനെ വിട്ടുപോയ സഭാ സംവിധാനങ്ങള്, കർത്താവിനെ വിട്ടുപോയ ജീവിതങ്ങള് ഇന്ന് നശിച്ച് സമാധാനമില്ലാതെ നശിക്കുമ്പോ തിരിച്ചു പിടിക്കണം. കർത്താവിലൂടെ, ആ കൃപയിലൂടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരിച്ചു പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ടവരാ നമ്മള്. ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ, അതിന്റെ ദൗത്യം ഈ ഒരു കൃപയുടെ നിറവുള്ള കൃപാദാതാവായ യേശുവിനെ കൂടെ നിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ, മക്കൾക്കിടയാകട്ടെ. ഈശോയിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെയും നിന്റെയും നിന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഈ അസ്വസ്ഥത നികത്താൻ ഈശോയ്ക്ക് പറ്റും. മക്കളെ, ദിവികാരനാഥന സന്നിധിയിലേക്ക് കടന്നു വരാം. സമാധാനത്തിന്റെ ഉറവിടമായ, സന്തോഷത്തിന്റെ ഉറവിടമായ, സ്നേഹത്തിന്റെ ഉറവിടമായ, സംതൃപ്തിയുടെ ഉറവിടമായ, സൗഹൃദത്തിന്റെ പൂർണ്ണതയായ ദിവ്യകാരുണ്യനാഥൻ, എന്റെ കർത്താവ്, കൂടെ വസിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ വിളിച്ച് ഈശോയെ കൂടെ നിർത്തി ഈശോയിൽ കൃപയ്ക്കുമേൽ കൃപയിൽ വളരാൻ സാധിക്കട്ടെ. സന്തോഷം, സമാധാനം. അവസാനം അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞുകൊണ്ടല്ലോ, ദൈവമേ, എത്ര വൈകിപ്പോയി നിന്റെ ഈ സ്നേഹം അറിയാൻ, എത്ര വൈകിപ്പോയി കർത്താവെ നിന്റെ ഈ സൗഹൃദം സ്വീകരിക്കാൻ. കർത്താവിൽ വിലയം പ്രാപിച്ചപ്പോൾ ലഭിച്ച ആ സന്തോഷത്തിൽ നിന്നാണ് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞത്, എത്ര വൈകി ഞാൻ എൻ്റെ ദൈവമേ നിന്റെ സ്നേഹം അറിയാൻ, നിന്നെ സ്വന്തമാക്കാൻ. കർത്താവിനെ സ്വന്തമാക്കി ആ സ്നേഹം അറിഞ്ഞ് യഥാർത്ഥമായ സന്തോഷത്തെ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. ദിവ്യകാല സാന്നിധ്യത്തിൽ അതിനുവേണ്ടി അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈ ഒരു സാന്നിധ്യം, ഈ ഒരു സന്തോഷം, ഈ ഒരു സമാധാനം അനുഭവിക്കാൻ, ടേസ്റ്റ് ചെയ്യാൻ, രുചിച്ചറിയാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അങ്ങനെ ഈശോയെ വിട്ടുപോകാത്ത, ഈശോയിൽ സമാധാനം കണ്ടെത്തി ജീവിക്കുന്ന സന്തോഷവും സംതൃപ്തിയും എല്ലാ മക്കൾക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ സമർപ്പിക്കുക. സന്തോഷത്തിനോട് ഓടി നടക്കുക നമ്മുടെ മക്കൾ, പാവപ്പെട്ട മക്കള്. കിട്ടുന്നുണ്ടോ? ഇല്ല. എവിടെ കിട്ടൂ? ഇവിടെ കിട്ടുള്ളൂ. അതിലേക്ക് വരാൻ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് വന്നത് സമാധാനം നൽകാനാണ്. ആ സമാധാനത്തിന്റെ ഉറവിടം അങ്ങ് തന്നെയാണ്. കർത്താവേ, ആ സമാധാനം നൽകുവാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി അങ്ങ് നൽകുന്ന കൃപ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഇടപെടലിലൂടെ വെളിപ്പെടുത്തി തന്നു. മാലാഖമാരോട് അങ്ങ് പറഞ്ഞില്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈശോയെ, യഥാർത്ഥമായ സമാധാനം, സന്തോഷം, സംതൃപ്തി ലഭിക്കുന്നത് ദൈവകൃപ ലഭിക്കുമ്പോഴാണ് എന്നുള്ള സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിന്? കൃപയുടെ സമൃദ്ധി നൽകാൻ. കൃപാദാതാവായ അങ്ങേക്കേ സാധിക്കും. ഈശോ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി ഓടി നടക്കുന്ന മക്കള്, കർത്താവേ, ആ മക്കളിലേക്ക് അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് ഇപ്പോൾ ഈ നിമിഷം കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ
ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവികാൻ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഓരോരുത്തർക്കും ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ മക്കൾക്കും എല്ലാ മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യം ഈശോയെ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ഇപ്പോൾ ഞങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാറ്റിലും അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. കൃപയ്ക്ക് മേൽ കൃപ, അതിലൂടെ സമാധാനം സന്തോഷം നിറയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സ്നേഹം നിറയട്ടെ, ഐക്യം വ്യാപരിക്കട്ടെ കർത്താവേ. സന്തോഷം തേടി പലതിനെ പിന്നാലെ പോയി നിരാശപ്പെട്ട് ഡിപ്രഷനിൽപ്പെട്ട് നഷ്ടം സഹിച്ച് തകർന്നടിഞ്ഞ് രോഗത്തിലും മാനസിക രോഗത്തിലും ഒക്കെ അടിഞ്ഞു പോയ എല്ലാ മക്കളിലേക്കും ഭയം, ഉത്കണ്ഠ, നിരാശ, ഉറക്കമില്ലായ്മ, അസ്വസ്ഥത അകപ്പാട് തകർന്നിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഈശോയെ അങ്ങയുടെ കൃപ നിറയട്ടെ, അങ്ങനെ സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ശക്തി നിറയട്ടെ, ആത്മശക്തി നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സഭാധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ വൈദികരെയും സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട എല്ലാ ലോകരാജ്യങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വലിയ സമാധാനം, സ്വർഗം ആശംസിച്ച ആ വലിയ സമാധാനം അങ്ങയിലൂടെയാണല്ലോ കർത്താവെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിലൂടെ ഈ സമയത്ത് അങ്ങയുടെ കൃപ നിറയപ്പെട്ട അനുഭവം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് നൽകി സമാധാനവും സന്തോഷവും കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും കുടുംബത്തെയും ജീവിതത്തെയും ഒക്കെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.